മാന്യസദസ്സിന് വന്ദനം. യുഗാന്തരങ്ങൾ കണി കണ്ടുണരും ഹിമവൽസാനുവിൽ. പ്രിയമുള്ളവരെ, ദാ അങ്ങോട്ട് നോക്കൂ. നിനക്ക് മുട്ട ഇഷ്ടമാണോ? ചേട്ടാ, സ്പോൺസർ മുങ്ങി. ഇവിടെ തൂങ്ങി കഴിഞ്ഞാൽ കുഴപ്പമാവില്ല, നാട്ടിൽ ചെന്ന് തൂങ്ങിയാ പോരേന്ന്. തടയുന്നു, അതിവേഗം വേഗം തടയുന്നു. ഇന്നേക്കുന്നത് സാധനം മേടിച്ച് വെച്ചേക്കുന്നു. നീ എന്ത് കിടപ്പ വെക്കണെന്ന്? ബോക്സിംഗ് ആണെന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനില്ലേ, മണിയൻ, പുള്ളി ഒരാളെ ഇടിച്ചു കൊന്നു. ബുദ്ധഗയയിൽ, തക്ഷശിലയിൽ, വിശ്വഭാരതിയിൽ. കോമഡിയുടെ കുളിർമഴ പെയ്യുന്ന കോമഡി സൂപ്പർ നൈറ്റിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നിറഞ്ഞ സന്തോഷത്തോടെ നമ്മുടെ സ്വന്തം സുരാജേട്ടൻ. നമസ്തേ, സുഖാണല്ലോ എല്ലാവർക്കും? എന്ത് പറയുന്നു സുബി? വളരെ സന്തോഷം. വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ, നല്ല ഡ്രസ്സൊക്കെയാണ്. ചേട്ടനും നല്ല, നമ്മൾ ഏകദേശം ഒരു മാച്ചിങ് ഒക്കെ ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ പരസ്പരം പുകഴ്ത്തിയ സ്ഥിതിക്ക് ഇനി വച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് ഇന്നത്തെ അതിഥി? ഇന്ന് ഒരു കലാകാരിയാണ്. മലയാള സിനിമയിലും കോമഡി വേദിയിലും നിറഞ്ഞാടുന്ന ഒരു കലാകാരി, നമ്മുടെ സ്വന്തം വീണ നായർ. വീണ നായർ. साहिबान, कदरदान, मेहरबान, दिल थाम के बैठिए क्योंकि अब आपके सामने तशरीफ ला रही हैं आगरा की अजीम फनकारा मलिकाए हुस्न नूर नजर मोहतरमा मोहिनी. लड़के कहाँ से आया है रे तू, प्यारा है शक्ल से अकल का मारा है रे तू. हाँ चल गई मेरी बातों से तू चल गई. हाँ खल गई तुझे खल गई मेरी बेपरवाही खल गई. ओ धर्मा तू किस खेत की मूली है जरा पता. टीवी पे ब्रेकिंग न्यूज हर मेरा घाघरा है, बगदाद से लेके दिल्ली वागरा. टीवी पे ब्रेकिंग न्यूज हर मेरा घाघरा है, बगदाद से लेके दिल्ली वागरा. നമസ്തേ വീണ നായർ. സ്വാഗതം. നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു താരമാണ് ഇന്നിവിടെ വന്നു നിൽക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, മിമിക്രി വേദികളിലും അതുപോലെ തന്നെ സിനിമാ വേദിയിലും ഒരേപോലെ ഷൈൻ ചെയ്യുന്ന ഒരു താരമാണിത്. നമ്മുടെ വെള്ളിമൂങ്ങയിലെ ആ ക്യാരക്ടർ ആർക്കും മറക്കാൻ കഴിയില്ല. ഭർത്താവിനെ ശരിക്കും റിയലില് ഭർത്താവിനെ എങ്ങനെയാണോ? അല്ലല്ല, വെള്ളിമൂങ്ങയില് ഭർത്താവിനായിരുന്നല്ലോ സംശയം. എന്റെ ഭർത്താവിന് എന്നെ സംശയമൊന്നുമില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുപോലെ എന്തിനും കറക്റ്റ് മറുപടി കിട്ടുന്ന ഒരു താരം കൂടിയാണ് വീണ നായർ. വീണ നായരെ പറ്റി പറയുമ്പോൾ ശരിക്കും ആദ്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഞങ്ങളെ എല്ലാം കൂടെ നയിച്ചുകൊണ്ട് ഒരു ട്രിപ്പിന് എബ്രോഡ് പോയ ഒരു കഥയാണ്. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ടീമിൽ? എല്ലാവരും പേരൊന്ന് പറഞ്ഞേ. ബാബുരാജേട്ടൻ ഉണ്ടായിരുന്നു. ഓർക്കണം, ബാബുരാജേട്ടൻ. ആ, ശ്വേത ചേച്ചി, പിന്നെ കൽപ്പന ചേച്ചി ഉണ്ടായിരുന്നു. കൽപ്പന ചേച്ചി, പക്കുറിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അതെ. പിന്നെ ഉണ്ടായിരിക്കുമല്ലോ. എന്ത് പാവം പോലെ ഇരിക്കുന്നു. ഇതല്ലായിരുന്നു അന്ന്. അന്ന് ശരിക്കും ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ കളിച്ചിട്ടുള്ളൊരു സ്കിറ്റുണ്ട്. ആ സ്കിറ്റാണ് എബ്രോഡും കളിക്കാൻ പോകുന്നത്. എന്നിട്ടും തലേ ദിവസം തന്നെ വിളിച്ചിട്ട് ഹലോ ചേട്ടാ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു പാലക്കാടാണ്, ഷൂട്ടിലാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നേരെ വരണേ, എനിക്ക് റിഹേഴ്സൽ ഒന്ന് കാണണം.
ഞാൻ പറഞ്ഞ നമ്മൾ ചെയ്തിട്ടുള്ള ഐറ്റം അല്ലേ, അതൊന്നും കുഴപ്പമില്ല, ഞാനാണ് ഇതിന്റെ പ്രോഗ്രാം ഫുൾ കോർഡിനേറ്റർ, അത് എന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത്, പ്ലീസ്. അങ്ങനെ ശ്വേത സർവത്ര ആരെയും വിളിച്ചു വരുത്തിയിട്ട് ഫുൾ റിഹേഴ്സലൊക്കെ ചെയ്ത്, ഇതല്ലേ ഇന്നലെയൊക്കെ നമ്മൾ സ്റ്റേജിൽ ചെയ്ത്. അതൊന്നും പറ്റില്ല, നേരെ ദുബായി പോയി. അപ്പൊ ക്യാഷോ വീണയുടെയൊക്കെ വരവ് കാണുമായിരുന്നു കേട്ടോ. ഇങ്ങനെ വരുമ്പോൾ 4 പേരാണ് കൂടെ വരുന്നത്. മാഡം ശരി മാഡം, ഇനി എന്താ അവിടെ റിഹേഴ്സൽ അതും ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഫുൾ ജാട. നേരെ അവിടെ എബ്രോഡ് ചെല്ലുന്നു. ഞാൻ പറഞ്ഞ ക്യാഷിൻ്റെ ഇത് എല്ലാവരും ബാബുരായിട്ടനൊക്കെ ചോദിച്ചു, എൻ്റെ ചേട്ടാ ക്യാഷ് തന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തൂങ്ങി മരിക്കും, പോരെ? നിങ്ങൾ തൂങ്ങി മരിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ കാശ് കിട്ടുമെന്നേ. ഓ വിഷമിക്കണ്ട, പ്രോഗ്രാം തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് ക്യാഷ് കിട്ടിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയമായി. നമ്മളെല്ലാവരെയും കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. വരൂ, ഇനി ആരും ഒരു വിഷയം ഉണ്ടാക്കണ്ട, ക്യാഷ് ഇപ്പം വാങ്ങിച്ചു തരാം, വരൂ. നേരെ സ്പോൺസറെ അവിടെ ചെന്നപ്പോൾ കാണാൻ സ്പോൺസർ പെട്ടിയും പ്രമാണമായിട്ടൊക്കെ മുങ്ങി. വീണ എങ്ങനെയൊക്കെയാണ്, ചേട്ടാ സ്പോൺസർ മുങ്ങി, ഇവിടെ തൂങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമാവില്ല, നാട്ടിൽ ചെന്ന് തൂങ്ങിയാൽ പോരേന്ന്. പക്ഷെ എല്ലാം സെറ്റിൽ ചെയ്തു, അതുകൂടെ പറ. ബാക്കിയെല്ലാം ക്യാഷ് എല്ലാം വീണ തന്നെ പ്രോഗ്രാം ചെയ്തും പിന്നെ പലയിടത്തുനിന്ന് കടം വാങ്ങിച്ച് എല്ലാവർക്കും അറേഞ്ച് ചെയ്ത് കൊടുത്തു. പക്ഷെ ഞാൻ മാത്രം വാങ്ങിയിട്ടില്ല. ഞാൻ വാങ്ങിയിട്ടില്ല, സത്യമായിട്ട് വാങ്ങിയിട്ടില്ല. 5 പൈസ വാങ്ങിയിട്ടില്ല. എല്ലാവർക്കും അറിയാമോ എന്തോ, ശരിക്കും വീണ ഒരു VVIP ആണ്. അമേരിക്കൻ ഫ്ലൈറ്റ് വരെ വീണ വന്നതിന് ശേഷമേ എടുക്കുള്ളൂ. അങ്ങനെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊന്ന് കേൾക്കണം, അതൊന്ന് പറഞ്ഞില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വൈകുന്നത് 1 മണിക്കൂറോളം വൈകിക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതിന് മാത്രം വലിയൊരു സംഭവമാണ് വീണ. തീർച്ചയായിട്ടും അതൊന്ന് പറഞ്ഞു. അത് എനിക്ക് മാത്രം ട്രിവാൻഡ്രത്ത് നിന്നായതുകൊണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് എനിക്ക് മാത്രം വേറെ 2 ടൈമിലാണ്. ബാക്കിയുള്ളവരൊക്കെ എറണാകുളത്ത് നിന്നാണ് കയറുന്നത്. എയർപോർട്ടിൽ ഹത്ര എയർപോർട്ടിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം അടുത്ത ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്, കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. അമേരിക്കയിലേക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പേര് പാസ്പോർട്ടിലെ പേര് കാവിൽ കുന്നുംപുറം ബാബു വീണ മോൾ എന്നാണ്. എന്റെ അമ്മ ഓട്ടോറിക്ഷ പിടിച്ച് പോണമല്ലോ ഈ പേര് വായിക്കാൻ. അപ്പൊ കാവിൽക്കുന്നുംപുറം ബാബു, കാവിൽക്കുന്നുംപുറം എന്നുള്ളത് വീട്ടുപേര്, ബാബു എന്നുള്ളത് അച്ഛന്റെ പേര്, വീണ മോൾ എന്നുള്ളത് എന്റെ പേര്. വീണ മനസ്സിലായി, ഈ മോളെയാണ് മനസ്സിലാവാത്തത്. അല്ല ചെറുതിലെ ഞാൻ മോളായിരുന്നല്ലോ, ഇപ്പൊ വലുതായപ്പോഴത്തേക്കിനും ഇങ്ങനെ ആയതല്ലേ. അപ്പത്തേക്കിനും അങ്ങനെ. അപ്പൊ ഇവർ അനൗൺസ് ചെയ്യുമ്പം ഒന്നാമത്തെ കാര്യം ഈ ഫിലിപ്പീൻസോ അല്ലെങ്കിൽ റഷ്യൻസോ ഒക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ. കാവിൽക്കുന്നുംപുറം ബാബു ഇങ്ങനെയാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചാൽ സമയം ഉണ്ടല്ലോ ഇനിയെന്ന് വെച്ചിട്ട് ഇരുന്നങ്ങ് നന്നായിട്ട് ഉറങ്ങി. എന്നെ അവിടെ വിളിച്ചോണ്ട് ആൾക്കാർ നടക്കുക, കാൽക്കുന്നുമ്പോ ബാബു കാൽക്കുന്ന്. അപ്പൊ എല്ലാവരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ല അങ്ങനെ വിളിച്ച് നടന്ന് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഏതോ ഒരു പേര് വിളിച്ചിട്ട്, അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിക്കുക കണ്ണു തുറന്നിട്ട്, ഇതാരാണെന്തോ ഇത്ര നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്, ഇവർക്കൊന്നും കുറച്ച് സെൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഞാൻ ചാരി കിടന്ന് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് ചാരി കിടന്ന് വീണ്ടും ഇറങ്ങി. കുറച്ച് കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് ഒരാൾ മാത്രം അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഈ എയർ ഹോസ്റ്റുകൾ വന്നിട്ട് തട്ടി വിളിച്ചിട്ട്, ബാക്കി അവർ ഇംഗ്ലീഷിലാട്ടോ പറഞ്ഞത്, അത് ഞാനിവിടെ പറയുന്നില്ല. സംഭവം എനിക്ക് മനസ്സിലായി, അവിടെ എന്തോ വലിയ സംഭവമാണ്, വേഗം വാ ഫ്ലൈറ്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ്. അത്ര എനിക്ക് കാര്യം പിടികിട്ടി. അപ്പം ഞാൻ എണീറ്റിട്ട് ഞാൻ നോക്കുമ്പോൾ എന്തോ ജയിൽ പുള്ളികളെ കൊണ്ടുപോകുന്നവർ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുക. അത് കഴിഞ്ഞ് സീറ്റാണെങ്കിലോ ഒരു സെക്ഷൻ കഴിഞ്ഞ് 2ാമത്തെ സെക്ഷൻ. അപ്പൊ എല്ലാവരും ഇങ്ങനെ എന്നെ നോക്കുക, ഞാനിപ്പോ നടുക്കൂടെ ഇങ്ങനെ. അവര് ദേഷ്യത്തിലല്ലേ നോക്കിയത്? പിന്നെ എന്നാണ് വീണ കരുതിയത് ഇങ്ങനെ ഒരു ഭീകരജീവി ആദ്യമായിട്ടാ കാണുന്നത്. അരെ ഇവള് ഉറങ്ങിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ കൊമ്പൊക്കെ വന്ന് അത് ഭയങ്കര അനുഭവമായിരുന്നു. എന്നിട്ട് നമ്മുടെ മലയാളികളുടെ ഇടയിൽ കൂടെ ഇടയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കിട്ട് ഓ ഇവളായിരുന്നു, ഇവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത്ര നേരം വെയിറ്റ് ചെയ്ത്. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് സീറ്റിൽ ചെന്നിരുന്നിട്ട് കുറെ നേരത്തേക്ക് ഞാൻ മിണ്ടിയിട്ടേ ഇല്ല. വീണ ഇത്രയും പ്രശസ്തയായ താരമാണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ട്രെയിനിലൊക്കെ ടിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുള്ള ആരാ പറഞ്ഞു? കള്ളവണ്ടി കയറി പോയിട്ടുണ്ടോ? സംഭവം അതല്ല, ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ സാധാരണ നമ്മൾ ലൊക്കേഷനിൽ പോകുമ്പോൾ പേഴ്സ് കൊണ്ടുപോകാറില്ലല്ലോ. അപ്പം ഞാൻ എന്ത് എൻ്റെ ബാഗിനകത്ത് നിന്ന് പേഴ്സ് തിരുവനന്തപുരത്തെ വീട്ടിലുള്ള സമയത്ത് വീട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ടിന് പോവുക. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് പേഴ്സ് എടുത്ത് വെച്ചിട്ട് നേരെ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അപ്പോൾ ഈ പേഴ്സിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഒരു 100 രൂപ 200 രൂപയൊക്കെ എപ്പോഴും കാണും. അത് എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരെ ഓടി ചെന്നിട്ട് ഓപ്പൺ ടിക്കറ്റ് എടുത്ത് സ്ഥിരം നമ്മൾ 3 ടയറിൽ കയറുക പതിവ്, എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞ് കൺവേർട്ട് ചെയ്താൽ മതി. ഞാൻ കണ്ടപ്പോഴെല്ലാം പാസഞ്ചറിലാണ് ഇരുന്നത്. അത് അങ്ങനെ ഇരിക്കാറുണ്ട് ഞാൻ. അതൊന്നും ചേട്ടനുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ കണ്ടായിരുന്നു. കൊടുത്തു. ഇല്ല ഞാൻ ട്രെയിനിൽ കയറാറ് യാത്രയല്ല, ഞാൻ പുറത്ത് ഇങ്ങനെ നിന്ന് കൊണ്ടാക്കാൻ വന്നപ്പോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ട്രെയിൻ. അങ്ങനെയല്ല, തെറ്റിപ്പോയി. എനിവേ അത് കഴിഞ്ഞിട്ട് ഞാൻ കയറി ട്രെയിനിലോട്ട് അങ്ങ് കയറി അതിൻ്റെ ആ ഡോറിൽ അങ്ങോട്ട് തുറക്കാൻ തുടങ്ങിയ ഉടനെ ടീച്ചർ ഇറങ്ങി ഓപ്പോസിറ്റ് വന്നിട്ട്,
അല്ല സീറ്റൊന്നും ഇല്ല കേട്ടോ, ഇവിടെ സീറ്റൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പൺ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കൺവേർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. നിങ്ങൾ എന്താ പറയുന്നത്, നടക്കുന്നില്ല. ഫുൾ നോക്ക്, അങ്ങ് വരെ ഒരു രക്ഷയില്ല, ന്യൂഡൽഹി വരെ ഫുൾ ഫില്ലാണ്. ട്രിവാൻഡ്രത്തു നിന്നാണ് മുഴുവൻ കയറുന്നത്, കൊല്ലത്തു നിന്ന് അടുത്ത് കയറും, പറ്റത്തില്ല, കയറാൻ പറ്റും. ഞാൻ പറഞ്ഞു സാർ ഞാൻ സ്ഥിരമായി ട്രാവൽ ചെയ്യുന്ന ആളാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് മുട്ടം വഴക്ക് കേട്ടാ. അങ്ങനെ അയാളുമായിട്ട് മുട്ടം വഴക്ക്, ആൾക്കാരൊക്കെ ഇടപെടും എന്നുള്ള സിറ്റുവേഷൻ ആയപ്പോൾ അയാൾ ലാസ്റ്റ് പറഞ്ഞു ശരി എന്നാ ഇരുന്നോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ശരി എന്ന് പറഞ്ഞു. ഞാനൊന്ന് ഇരുന്ന് പേഴ്സ് എടുക്കണമല്ലോ. ഓപ്പൺ ചെയ്ത് നോക്കിയോ പേഴ്സ് ഇല്ല കേട്ടാ കയ്യിൽ. ഷോ എൻ്റെ ദൈവമേ, ഞാനാണെങ്കിൽ ഒരു ഒടുക്കത്തെ ഡയലോഗ് അയാളോട് അടിച്ചത്. കാരണം പൈസ കയ്യിരിക്കല്ലേ, പൈസ. അത് ഈ പോക്കറ്റ് അടിക്കാരെ പേടിച്ചിട്ടാണ് പേഴ്സ് എടുക്കാത്തത്? അല്ല ചേട്ടാ, ഇതേ അവസ്ഥയായിരുന്നു ആ ദുബായിൽ പ്രോഗ്രാം. ഇപ്പോഴത്തെ ജാട കണ്ടില്ലായിരുന്നു. ഇപ്പൊ ജില്ലാ കലാതിലകമായിരുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡും അതെ കലാപ്രതിഭയായിരുന്നു. പേര് പറഞ്ഞോളൂ. സ്വാതി സുരേഷ്. അപ്പോൾ അദ്ദേഹം ഒരു വലിയ കലാകാരനായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹവും നല്ല കലാകാരിയാണ്. സംസ്ഥാന തലത്തിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പാട്ടാണ് മെയിൻ ഐറ്റം അല്ലേ? എനിക്ക് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന കഥാപ്രസംഗത്തിനായിരുന്നു സ്ഥിരം. അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5 വർഷം ഒരേ കഥ പറഞ്ഞ് ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട്. ആണോ? അതെ അതെ. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു 2 വരി കഥാപ്രസംഗം. മാന്യ സദസ്സിന് വന്ദനം. യുഗാന്തരങ്ങൾ കണി കണ്ടുണരും ഹിമവത്സാനുവിൽ ഭഗീരഥന്മാർ തപസ്സു ചെയ്യും ഗംഗാപുളിനത്തിൽ ഭഗവത്ഗീതകൾ തേരുതെളിക്കും സമരഭൂമികളിൽ പരാശരന്മാർ വാരി പുണരും മത്സ്യഗന്ധികളിൽ ബുദ്ധഗയയിൽ തക്ഷശിലയിൽ വിശ്വഭാരതിയിൽ എൻ്റെ ചിലമ്പൊലി പൊന്നിൻ ചിലമ്പൊലി എൻ്റെ കൈമുദ്രകൾ സർഗാത്മാ ശക്തികൾ. പ്രിയമുള്ളവരെ ദാ അങ്ങോട്ട് നോക്കൂ. അവിടെ ഒരു ക്യാമറമാൻ ഉണ്ട്. യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴരണാങ്കണം രക്തമൊഴുകി തളം കെട്ടി നിന്ന മണ്ണെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. പ്രിയമുള്ളവരെ, ഭീകരമായിരുന്ന ഒരു യുദ്ധത്തിന്റെ അവസാന രംഗമാണിത്. തളം കെട്ടിക്കിടക്കുന്ന ചോര, തലയിട്ട് കിടക്കുന്ന ശരീരങ്ങൾ, അപ്പോഴും ജീവൻ വെടിയാതെ പ്രാണവേദനയോട് കിടന്നു പിടയുന്ന പടപ്പോരാളികൾ, കാറ്റിനു പോലും ചോരയുടെ ഗന്ധം. അല്ല, ഏതാണ് ഈ യുദ്ധഭൂമി, ഏതാണ് ഈ പടക്കളം? അത് പ്രശസ്തമായ രാമരാവണ യുദ്ധം നടന്നു കഴിഞ്ഞ സ്ഥലമാണ്. ഊക്കരനായിരുന്നു. ശരിക്കും വീണയുടെ കഥാപ്രസംഗം കഴിഞ്ഞിട്ടും ഇതുപോലെ പടക്കളമായിരുന്നു. അല്ല, നന്നായിരുന്നു കേട്ടോ. ശരിക്കും കഥാപ്രസംഗം ഇപ്പൊ കാതികരിൽ ആരെയൊക്കെയാണ് ഇഷ്ടം? പ്രൊഫസർ വി സാംബശിവൻ സാറ്. അല്ല, സാംബശിവൻ സാറിനെയും കടാമംഗലം അദ്ദേഹത്തിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ കോളേജിലെ, എൻ്റെ സ്കൂളിലെ തന്നെ പരിപ്പ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾ എത്ര പുച്ഛിക്കുന്ന, എൻ്റെ നാടാണ് പരിപ്പ്. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു. നമ്മളൊക്കെ കഴിക്കുന്ന സാധനമാണ് പരിപ്പ്. എൻ്റെ നാട് കോട്ടയത്ത് പരിപ്പെന്ന് പറഞ്ഞ സ്ഥലമാണ്. പരിപ്പ് ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. പരിപ്പ് സാമ്പാർ എന്ത് നിങ്ങൾ കളിയാക്കുന്നത്? നല്ല ഒന്നാം തരം നാടാത്. ചേച്ചി നാളെ തൊട്ടേ അടുത്ത ഗാനം ആലപിക്കുന്നതിന് വേണ്ടി പരിപ്പ് വീണേ. അല്ല, എന്നെ അങ്ങനെ വിളിച്ചാലും ഞാൻ സന്തോഷത്തോടുകൂടി പറയും ഞാൻ എൻ്റെ നാട്ടുകാരിയാണ്. പരിപ്പിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്നെ കാരണം ആ സ്കൂളാണ് എന്നെ ഈ എന്താ പറയുക ഇൻഡസ്ട്രിയിലേക്ക് വരാനുള്ള കാരണമായത്. ആ സ്കൂളിലെ ടീച്ചേഴ്സാണ്. അപ്പോൾ ആ നാട്ടിലാണ്. അല്ല, അത് മാത്രമല്ല, ഷേപ്പ് കാണുമ്പോഴേ അറിയാം പരിപ്പാണ് മെയിൻ. അല്ലത് ഭരിപ്പ് എന്നായിരുന്നു, ഭായായിരുന്നു. അത് പറഞ്ഞു ഇവരൊക്കെ ജനിച്ചതിന് ശേഷം പരിപ്പെന്നായി. അല്ല, ഞാൻ പരിപ്പുകാരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അവിടെ പ്രോഗ്രാമിനൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും നല്ല കലാസ്നേഹികളുള്ള സ്ഥലമാണ് പരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആ പരിപ്പ് സ്കൂളിലെ സാറ് സോമരാജൻ സാറ്, അദ്ദേഹമായിരുന്നു എന്നെ ഇത് പഠിപ്പിച്ചത്. അദ്ദേഹത്തിന് ഇത് മുതുകുളം സോമനാഥ് അദ്ദേഹമായിരുന്നു പഠിപ്പിച്ചത്. ഇനി നമ്മുടെ വീണയുടെ കാതികയായ നമ്മളെ പരിപ്പ് വീണയുടെ ഒരു ഗാനം നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാം. ഇത്രയും നല്ല അടിപൊളിയായിട്ട് പാടുന്നല്ലേ. ഏത് പാട്ടാ പാടാൻ പോകുന്നത് വീണ? ആണ്ടലോണ്ട് പാടാം.
ആണ്ടലോണ്ട് നേരെ കണ്ണിലെ ചന്ദ്രന്റെ പുലാലാണ് കണ്ടപാടെ നാണം കൊണ്ടാവോ ആണ്ടലോണ്ട് നേരെ കണ്ണിലെ ചന്ദ്രന്റെ പുലാലാണ് കണ്ടപാടെ നാണം കൊണ്ടാവോ ആരോ മലാമല മുട്ടിന് പൂന്തേനിറ്റാനല്ലി വിരിഞ്ഞേ ആരോ മലാമല മുട്ടിന് പൂന്തേനിറ്റാനല്ലി വിരിഞ്ഞേ ആണ്ടലോണ്ട് നേരെ കണ്ണിലെ ചന്ദ്രന്റെ പുലാലാണ് കണ്ടപാടെ നാണം കൊണ്ടോ ഓർമ്മകളെ സ്വന്തമാക്കണ്ടേ നെഞ്ചിലെ ചീക്ലി കൂട്ടണ്ടേ സ്വപ്നങ്ങളെ കണ്ണാരം പൊത്തി തൊട്ടറിഞ്ഞ് കോണിലേറ്റണ്ടേ നേരെ നേരായി പായും നീരായുടെ മാറിൽ തുള്ളാനോളങ്ങളാവാനെങ്ങും തങ്ങാതൊന്നായി നിനി വെള്ളിമാൻ കുന്നേറി എന്നെയും ഭൂമി കാണും മാജി അയ്യോ ഓക്കെ താങ്ക് യു നന്നായിട്ട് പാടിയിട്ടോ. അതല്ല വീണയെ നമുക്കൊരു സകലകലാ വല്ലഭിയായിട്ട് പ്രഖ്യാപിക്കാവുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. പാട്ട് പാടും, ഡാൻസ് കളിക്കും, കോമഡി കളിക്കും, പിന്നെ വേറെ അതിസാഹസ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ്. ആണി നിരത്തി വെച്ചേച്ച് അതിന്റെ പുറത്തുനിന്ന് ഡാൻസ് കളിക്കും. സാധാരണ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണല്ലോ ആണിയുടെ പുറത്ത് കയറ്റി നിർത്താറ്. ചേട്ടൻ പറയല്ലേ വീണയ്ക്ക് ഇവിടെ ഉള്ള കോമഡിയൊക്കെ കാണണ്ടേ? പിന്നെ തീർച്ചയായിട്ടും ലൈവ് തീർച്ചയായിട്ടും കാണണം. അപ്പൊ എന്നാ കുറച്ച് സമയം അവിടെ ഇരിക്കാം. താങ്ക് യു. താങ്ക് യു. എടാ നിന്റെ ഒരു ഗ്ലൗസ് എന്ത് ഒരു ഗ്ലൗസോ? ഇത് രസമാട്ടോ. ഒരു ഗ്ലൗസ് ഞാൻ പെങ്ങടെ കുഞ്ഞിന് കൊടുത്തു. പെങ്ങടെ കുഞ്ഞിന്? എടാ നിന്റെ പെങ്ങടെ കുഞ്ഞിന് 3 മാസം പ്രായമല്ലേ ഉള്ളൂ. അതങ്ങനെ ഈ വലിയ ഗ്ലൗസ് ഇടും? ഇടി പഠിക്കാനല്ല കുഞ്ഞിന് കൊടുത്തത്. പിന്നെ കുഞ്ഞിന് മറ്റേ സ്നാഗിയില്ലേ? സ്നാഗിയില്ല. അപ്പൊ പെങ്ങളെടുത്ത് പറഞ്ഞു ഇത് കുഞ്ഞിന് സ്നാഗിയായിട്ട്, ഇത് കറക്റ്റ് സ്നാഗിയായിട്ട് വെക്കുന്നത്. കുഞ്ഞിന് ഇത് സ്നാഗിയായിട്ടിട്ട് കൊടുത്തേക്കും. അളിയത്തില്ല സ്നാഗി മേടിച്ചില്ലെന്ന്. അത് കറക്റ്റ് ആയിട്ട്. പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ മാഷിത് കണ്ടോണ്ട് വന്നോണ്ടല്ലോ അങ്ങനെ തിന്നുകളയും. അങ്ങനെ സ്വഭാവം നിനക്ക് അറിയത്തില്ല. സ്നാഗി മാഷ് തിന്നു. സ്നാഗി തിന്നുന്ന കാര്യമല്ല പറഞ്ഞത്. അങ്ങനെ ഈ ഒറ്റ ഗ്ലൗസ് ഇട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ അയാൾ വന്ന് തിന്നുകളയും. ദേഷ്യക്കാരൻ. മാഷിപ്പോഴെങ്ങനെ വരൂ? മാഷി ഇപ്പൊ തന്നെ വരും. മാഷി ഇപ്പൊ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കാര്യമുണ്ട്. ഉറപ്പിച്ചു തരാൻ കാര്യമുണ്ട്. എടാ നമുക്ക് തിന്നാനുള്ള പുഴുങ്ങിയ മുട്ട കൊണ്ടുവന്ന് ആ സെക്കൻഡ് മാഷ് വിടത്തും നിനക്ക് അറിയിച്ചു വിടാം. അതിന് പുഴുങ്ങ താണ്ട കൊണ്ടുവരുന്ന നമ്മുടെ പുഴുങ്ങിയ മുട്ട. കൊണ്ടുപോവാ. അപ്പോഴേ പറഞ്ഞില്ല. ആർക്കടാ മുട്ട കൊണ്ടു തലയിരിക്കുമ്പോ വാലാടുന്നു. മാഷേ അതെന്താ മാഷ ഒറ്റയ്ക്ക് കഴിക്കണേ? ശിഷ്യന്മാർക്ക് കൂടെ കൊടുക്കണ്ടേ? അവർക്ക് അതൊന്നും ഇഷ്ടമല്ലേ. അവർക്കത് ഇഷ്ടമല്ല. അവരെന്ത് പറഞ്ഞാലും അവർ വേണ്ടാന്നേ പറയത്തുള്ളൂ. അതിന് മാഷ അവരോട് ചോദിച്ചോ? ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അവരങ്ങനെ പറയില്ല. അവര് ഞാൻ എന്ത് ചോദിച്ചാലും അവര് വേണ്ടാന്നേ പറയത്തുള്ളൂ. മാഷൊന്ന് ചോദിച്ചു നോക്ക് അവരോട്. അവര് വേണ്ടാന്നേ പറയത്തുള്ളൂ. അവർക്ക് ഇഷ്ടമല്ല ഇതൊന്നും. ഒന്ന് ചോദിച്ചു നോക്ക് മാഷേ. അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം. ഇവിടെ വരൂ. നിനക്ക് മുട്ട ഇഷ്ടമാണോ? നിനക്ക് മുട്ട ഇഷ്ടമാണോ? നിനക്ക് മുട്ട ഇഷ്ടമാണോ? നിനക്ക് മുട്ട ഇഷ്ടമാണോടാ? നിനക്ക് വേണോ മുട്ട? നിനക്ക് മുട്ട വേണോ? നിനക്ക് മുട്ട വേണോ? വേണോടാ? നിനക്കോ? എനിക്ക് നിനക്ക് മുട്ട? നിനക്ക് മുട്ട? നിനക്ക് മുട്ട വേണോ? വേണോ? കണ്ടില്ലേ, കുട്ടികൾക്ക് മുട്ട ഇഷ്ടമല്ല. അവർക്ക് പ്രത്യേകിച്ച് ഈ മഞ്ഞക്കരുവും വെള്ളക്കരുവും തീരെ ഇഷ്ടമല്ല മുട്ടയുടെ. പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ഇവിടെ വന്നിട്ട് ഒരുപാട് ദിവസമായി. ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിവാഹം നമ്മൾ രണ്ടുപേരും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, സങ്കല്പത്തിലെ പുരുഷൻ എങ്ങനെയായിരിക്കണം? എനിക്കൊരു ബോക്സറെ കല്യാണം കഴിക്കണം ആഗ്രഹം. ആര്? ബോക്സറെ.
അതാവുമ്പോ ഏതെങ്കിലും പൂവാൽമാരൊക്കെ നമ്മളെ ശല്യപ്പെടുത്തുമ്പോ നല്ല സിനിമ സ്റ്റൈലൊക്കെ വന്ന് ടിഷ്യൻ ടിഷ്യൻ എന്നൊക്കെ ഇടിച്ചിട്ട് അവർ നിലം പരിശാക്കും. എനിക്ക് ബോക്സർ മതി. ബോക്സറെ മതി 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 ബോക്സർ മതി. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം ഏ കൊള്ളാം. ഇപ്പൊ ഇഷ്ടമായോ? ഓഹോ ഇഷ്ടായി. ബോക്സറെ കല്യാണം കഴിക്കുന്നതിൽ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. ഞാൻ ബോക്സിംഗിൽ കുറെ ഐറ്റംസ് ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ചാലോ? എനിക്ക് ബോക്സിങ്ങിനോടല്ല താല്പര്യം, പിന്നെ കളരിപ്പയറ്റിനോട് താല്പര്യം. കളർ പ്ലേറ്റോ? അതേത് പ്ലേറ്റ് ആണ്? എനിക്ക് അറിയത്തില്ല. ഈ കളർ വസ്തുവും സോസറുമാണ് ഉദ്ദേശിക്കുന്നത്. കളർ പ്ലേറ്റ് അല്ല മാഷേ, പിന്നെന്താണ്? കളരിപ്പയറ്റ്. കളരിപ്പയറ്റ്? കളരിപ്പയറ്റ് എടുത്തോണ്ട് വാടാ റാസ്കൽസ്. ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പം കുട്ടിക്ക് കളരിയാണ് താല്പര്യം അല്ലേ? അതിനെന്താ പഠിപ്പിക്കാമല്ലോ. പേടിക്കാനൊന്നുമില്ല, സിമ്പിൾ ആണ്. ജാബ സിമ്പിൾ ആണ്, പവർഫുൾ. അഞ്ചലിക്ക് മനസ്സിലാവുന്നുണ്ടോ? അഞ്ജലി അല്ല, ശിശിര. ചീറ്റാതെ കാര്യം പറ വെച്ചാ. എന്ത് ശിശിര? ഓ ശിശിര. ശിശിരക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒന്നും പേടിക്കാനില്ല. ഞാൻ പറഞ്ഞു തരുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അടിക്കുന്നു വടി തടയുന്നു അതിവേഗം വേഗം തടയുന്നു. അടിക്കുന്നു വടി തടയുന്നു അതിവേഗം വേഗം തടയുന്നു. അടിക്കുന്നു വടി തടയുന്നു അതിവേഗം വേഗം തടയുന്നു. അടി കറോട്ട് കറോട്ട് പേടി. അടി അടി എന്നെ തല്ലരുത്. തല്ലരുത് 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 തല്ലരുത്. ഈ പട്ടികളോട് ആരാടാ? എന്താണ്? വർഷങ്ങളായിട്ട് പഞ്ചായത്തിൽ കട്ടുപിടിച്ചവരെ ഞങ്ങൾ ഇന്ന് പിടിച്ചു. ആ പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യോടെ പിടിച്ചിരിക്കുന്നു. സന്തോഷം സന്തോഷം സന്തോഷം. പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യോടെ പിടിച്ചിരിക്കുന്നു. ആ അയ്യോ, അത് ഞാനല്ലേ? ഈ കള്ളനെ പിടിച്ച കാര്യം പറഞ്ഞ കള്ളന് കഞ്ഞി വെച്ചവനവൻ. പഞ്ചായത്ത് പ്രസിഡന്റ് കഞ്ഞി വെച്ചവരെ പിടിച്ചിരിക്കുന്നു, കയ്യോടെ പിടിച്ചിരിക്കുന്നു. അതല്ലെന്ന് താനല്ലേ പറഞ്ഞത് കള്ളന് കഞ്ഞി വെച്ചവനെ പിടിച്ചവന്ന്? ഈ പഞ്ചായത്തിൽ കള്ളന് കഞ്ഞി വെച്ചവന് ഇവൻ മാത്രമേ ഉള്ളൂ. ആ ഇവനത് കത്രിക പൂട്ടിട്ട് പൂട്ടി ഇങ്ങ് കൊണ്ടുവന്നേക്കണേ. ആ സാധാരണ ഈ കതവിനും ജനലിനും ഒക്കെ അല്ലേ പൂട്ടിടുന്നത്. കത്രിക്കാരെങ്കിലും പൂട്ടിടൂടാ മണ്ട. ഈ പഞ്ചായത്തിലെ പൈസ വേസ്റ്റ് ആക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മണ്ടത്തരം പറയാതെ എഴുന്നള്ളിക്കാതെ. നിനക്കറിയാവോ ഈ പഞ്ചായത്തിലെ പിടികിട്ടാ പുള്ളി ഒരു മുട്ടൊരു കള്ളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ എന്നിട്ട് എന്തിനാണ് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? വല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണ്ടേന്ന്? പോലീസ് സ്റ്റേഷനില് ഇവൻ എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടെന്ന് അറിയോ? ഇവൻ ഇതുവരായിട്ട് കളവ് നിർത്തിയിട്ടില്ല. ഇല്ല. മണീന്റെ ഒറ്റ പഞ്ചിന് അവൻ ഇന്നോടെ അവന്റെ പരിപാടി നിർത്തണം. ഞാനോ? ആ എനിക്ക് പറ്റില്ല. അതിന്റെ പണിയാ പ്ലീസ്. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ നിന്റെ ഇടി ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാ. അങ്ങനെ ഇടി കാണണമെങ്കിൽ എന്റെ ഇടി കാണണമെന്നുണ്ടെങ്കിൽ ഗോതയിൽ വരണം, എന്നാലേ ഇടി കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എനിക്ക് ഇടിക്കാൻ പറ്റില്ല. മണിയാ പ്ലീസ്. ഞാൻ നിന്റെ കാല് പിടിക്കാം. കാല് ഞാൻ പിടിക്കാം പ്ലീസ്. ഒരു ഇടി, ഒരു പഞ്ച്. അത് ശരി, കൊള്ളാം. ഒരു പഞ്ച് മതി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. അത്ര നിർബന്ധമാണെങ്കിൽ അവനെ ഗോതയിലോട്ട് കയറ്റി നിർത്തൂ. പിടിക്കാൻ പോകണോ? സാധനം എടുക്കട്ടെ. അതെടുത്ത് തൂക്കി പിടിക്കും. ഞാനൊന്ന് പ്രാക്ടീസ് ഓക്കെ. ഇല്ല അവനോട്. അല്ല ഇവൻ എന്തിനാ കയ്യറ? എന്തിനാ ഇവൻ ഇടി മേടിക്കാൻ പോണേ? പിന്നെ എന്തിനാ കയ്യറ? ഞങ്ങക്ക് ഈ ബോക്സിംഗുകാര് കയ്യറോ ഇല്ലാത്ത ഒരാൾക്കാരെ എനിക്ക് ഇടിക്കാൻ പറ്റില്ല. ഇടിക്കാൻ പറ്റത്തില്ല. ആ കയ്യറ് ഉണ്ടാവണം. കയ്യറ് വേണം. കയ്യറ ഇല്ല എനിക്ക് ഇടിക്കാൻ പറ്റില്ല. ഒരെണ്ണം കൂടെ. എന്നിട്ട് അവനെ ഗോതം നീ വെളിയിൽ കൊണ്ടുപോവാ. മണിയന്റെ ഇടിയെന്ന് പറഞ്ഞാൽ അല്ല ഞാൻ ഇടിക്കണമെന്ന് നിർബന്ധമാണോ? പിന്നെ അത് വേണം. അയ്യോ അത് കാണണ്ടേ? ഓക്കെ നീ മേലാ നീ ഇനി അത് അങ്ങനെ വേണം.
ഇത് സാധാരണ ഞാൻ 20 കിലോയാണ് പ്രയോഗിക്കാറുള്ളത്. അതെല്ലേ? ഇപ്പൊ എനിക്ക് എത്ര എന്ന് പോലും എനിക്ക് അറിയില്ല. ഉണ്ടത് ഒരു 19 കിലോത്തിനടുത്തുണ്ട്. സ്കെയില് കിട്ടിയായിരുന്നു ഞാൻ ഇപ്പൊ ആളെന്ന് പറയാം. അല്ലെങ്കിലും ഉണ്ട് മടിയൻ ആശാൻ മടിയൻ ആശാൻ കിട്ടിയായിരുന്നു 1-2 കൂടെ കൊടുക്കായിരുന്നു. ഇനി വേടാ ചുമ്മാ ഇങ്ങനെ വാ, കൈത്തരിപ്പ് തീരട്ടെ. എന്താണ് ഇതിപ്പോ പറഞ്ഞ പോലെ അല്ല, അല്ല ഏറ് വരുന്നില്ല. ഏറ് വരാത്ത എന്താ എന്റെ കുഴപ്പമാണോ? അല്ലെന്ന്, നല്ലപോലെ എറിയണം. അതല്ലെന്ന്, കാറ്റില്ല കാറ്റില്ല. സൂചിപ്പഞ്ചർ പോലെ ആയിരിക്കും. ഇത്തിരി വെള്ളത്തിട്ട് നോക്കി. അതല്ലെന്ന്, ശ്വാസമില്ലെന്ന്. എന്നാ ഇടിയാണോ നീ ഇടിച്ചേ? ഇല്ലേ? ശ്ശോ, ഒറ്റ ഇടിക്ക് ചത്തുപോയി. ചത്തോ? ആ ചത്തു. ഞാൻ പറഞ്ഞല്ലോ 50 കിൻഡിൽ ഇടിയല്ലായിരുന്നത് അല്ലേ? ഓടുന്നു അവന് അനക്കയില്ല, ചത്ത്. ഞാനേ ഏരുന്നേ ചത്തൊന്നും കാണത്തൊന്നുമില്ല. ചത്ത് ചത്ത് അല്ല പറഞ്ഞേ. പിന്നെ ശ്വാസം വേണ്ടേ? ഞാൻ ചെറിയ ടച്ച് ചെയ്തല്ലേ ഉള്ളൂ. ഞാൻ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. എന്തിനാണ് ഫോട്ടോ എടുക്കുന്നത്? അതെന്തിനാണ് ഫോട്ടോ എടുക്കുന്നത്? കൈമാറ്റി അല്ലല്ല, ബോക്സിംഗ് ആരും ഇങ്ങനെ നിക്കത്തുള്ളൂ. കൈ മാറ്റേ. ബോക്സിംഗ് ആരും ഇങ്ങനെ നിക്കത്തുള്ളൂ. നിങ്ങൾ എന്താണ് ഫോട്ടോ എടുക്കുന്നത്? പറയട്ടെ. എന്ത് നീ വന്നേ. അത് എന്ത് ഇടിയാ ഇടിച്ചു? ഒരു മനുഷ്യനോട് നമ്മൾ ഇടിക്കണം പറഞ്ഞു. ഇവിടെ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തത്. ഇത് മണിയമ്മ ഇടിക്കണം, മണിയമ്മ ആദ്യത്തെ ഇടി ഇടിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്ത്. ഒരു മനുഷ്യനെ കൊല്ലുവാണോ വേണ്ടത്? അതിന് കൊന്നു. ആര് കൊന്നു? അത് ചത്തുപോയത്. ഇത് സമാനം പറയണ്ടേ? അവൻ ചത്തൊന്നുമില്ലെന്ന്. ആരാ പറഞ്ഞ ചത്തിട്ടില്ല? ഒരു മിനിറ്റ്, ഞാൻ വിളിച്ചു പറയട്ടെ. ഹലോ ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനാണോ? ഇന്നേക്കുന്നത് സാധനം മേടിച്ച് വെച്ചേക്കുന്നു. നീ എന്ത് കിടപ്പായിരുന്നു? ഹലോ, ആ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ്. ഹലോ, പഞ്ചായത്ത് പ്രസിഡന്റാ വിളിക്കുന്നത്. അതെ, ബോക്സിംഗ് പറഞ്ഞ ഒരു പുള്ളിക്കാരനില്ലേ, മണിയൻ, പുള്ളി ഒരാളെ ഇടിച്ചു കൊന്നു. ആ ഒന്ന് വേഗം വാ. ആവശ്യമില്ലാത്ത പണി പറയരുത്. തട്ടിയെടുത്തു അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, മോനെ വേഗം വന്ന സാറേ. ഓക്കെ മോനെ എണ്ണിക്കടാ. അതെ, അണ്ണനാടാ പറയുന്നത്, മണിയണ്ണനാടാ പറയുന്നത്. ഇന്നേടാ പേടിക്കേണ്ട കേസില്ല. പേടിക്കേണ്ട കാര്യമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അതല്ലെന്ന്, ഒരു 14 വർഷത്തെ സെൻട്രലിൽ പോയി കിടക്കാം. അതൊക്കെ അങ്ങ് തട്ടിയെടുക്കും. ഞാനെന്ത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് ഇങ്ങനെയാണോ മനുഷ്യനെ തല്ലണേ? ഞാൻ ഇടിച്ചോന്നുമില്ലെന്ന്. മോനേടാ, അണ്ണനാ പറയുന്നത്. ചേട്ടാ, അതാരാ? പ്രസിഡന്റേ, രാവിലെ ചേട്ടനെ കൊണ്ട് പോയതല്ലേ? എന്ത് എന്റെ ചേട്ടൻ? ചേട്ടൻ ഏത് ചേട്ടനെന്നോ? വീട്ടിൽ കിടന്ന മനുഷ്യനെ വിളിച്ചോണ്ട് വന്നിട്ട് ഏത് ചേട്ടനെന്നോ? ഞാൻ കിടന്നുറങ്ങുവാ. വീട്ടിലൊന്നും സ്ഥലമില്ല. ചേട്ടാ ചേട്ടാ ചേട്ടാ, എനിക്ക് ചേട്ടാ ചേട്ടാ, ഇതെന്താ കണ്ണു തുറക്കാത്തെ? അസുഖമല്ലോ ഉണ്ടോ? രാവിലെ അസുഖമൊന്നുമില്ല. ഒന്ന് വിട്ടേ. വീണ്ടും അടഞ്ഞു. അയ്യോ ചേട്ടൻ, ചേട്ടാ വിഷയങ്ങളൊന്നുമില്ല. ഞാനിവിടെ കൊണ്ടുവന്നു. ചെറിയ കളവ് മോഷണമൊക്കെ ഉണ്ടല്ലോ. കളവ് മോഷണോ? നിന്റെ ഭർത്താവിനുള്ള പരിപാടിയല്ലേ പറഞ്ഞത് ഞാൻ. കള്ളനാന്ന്. കൊള്ളാം. പ്രസിഡന്റാ, ഓരോ ഓട്ടിനാ ജയിച്ചത്. ഈ ഓട്ട് എങ്ങനെ കിട്ടി നിങ്ങൾക്ക് അറിയാമോ? എന്റെ ചേട്ടൻ മാനമായിട്ട് കള്ളവോട്ട് ചെയ്താ നിങ്ങൾ ജയിച്ചത്. അതെ, അത് സംഭവിച്ചു. അതും കളവല്ലേ? കളവല്ലേ? പിന്നെ ഒരു കാര്യം, ഇത് കൊണ്ടുവന്ന വഴിക്ക് ഈ മണിയിലൊരു തട്ട് തട്ടി ആള് വീണു. അയ്യോ ചേട്ടാ, അയ്യോ പ്രസിഡന്റ്, ചേട്ടാ കണ്ണൂർക്ക് നോക്കി വെള്ളം എടുത്തോണ്ട് പാടോ. വെള്ളം എന്ത് ചെയ്യാ പോലും? അയ്യോ ചേട്ടാ, ചേട്ടാ, അയ്യോ ചത്തില്ല. ആരാ ചേട്ടാ ഇങ്ങനെ ചെയ്തേ? തന്റെ വല്ലതും കട്ടെടുത്തോ ചേട്ടൻ? എന്റെ എന്താ കട്ടെടുക്കാനാ? കട്ടെടുക്കാവും വിവരം അറിയും. പിന്നെ താനെന്തിനാ എന്റെ ചേട്ടനോട് അങ്ങനെ ചെയ്തത്? തല്ലിയെന്നോ? അവനെ ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ കള്ളന, അതുകൊണ്ടാ തല്ലിയത്. കള്ളന്മാരെല്ല തന്നല്ലോ. തല്ലും. തന്റെ ചേട്ടൻ തല്ലും. തല്ലുപടി. തന്നെ ഇന്ന് ഞാൻ അയ്യോ 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 എന്നെ അയ്യോ 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 തല്ലു. ഞാൻ തല്ലി പൊട്ടിക്കും. തനിക്ക് വന്നേ കേട്ടോ. മാഷ ഒന്ന് എഴുന്നേക്കിങ്ങോട്ട്. എന്റെ മാഷ, നിങ്ങൾ ഭയങ്കര ബോക്സർ അല്ലയോ? എന്നിട്ട് ആ ഒരു പെണ്ണടിച്ചിട്ട് ഒന്ന് തിരിച്ചടിക്കാൻ പോലും വയ്യായിരുന്നു. ഞാൻ എന്താ തിരിച്ചടിക്കാന്നില്ലയോ? എടാ, അവളെല്ലാം തല്ലിയപ്പോ അവിടെ കൈ ഗ്ലൗസ് ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ തിരിച്ചടിക്കും? നമ്മുടെ സ്വന്തം വീണ നായർ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക്
നല്ല ഒരു GK റൗണ്ടിലേക്ക് കിടക്കാം. GK റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സമ്മാനം മൊത്തം അടിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഇതിന്റെ എനിക്ക് പ്രേക്ഷകർക്ക് തോന്നുന്നു. എല്ലാവർക്കും അറിയാം നമ്മുടെ GK എന്താണെന്ന്. അറിയാലോ. എന്റെ അമ്മായിയമ്മേ ഈ റൗണ്ടിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. അതെ, അശ്വതി എന്നാ പറഞ്ഞത്. അശ്വതിയുടെ ഒരു റൗണ്ട് ഉണ്ട് മോളെ, അതിനകത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അമ്മായിയമ്മ സ്ഥിരം കാണുന്ന ഒരു പ്രോഗ്രാമാണ്, എൻ്റെ സുമ്മയമ്മ കാണുന്ന പ്രോഗ്രാമാണ് അത്. അമ്മ ആകെ ഒരു സീരിയലും ഇത് മാത്രമേ കാണാറുള്ളൂ, വേറെ ഒന്നും കാണാറില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് നല്ല വേഗം പടപടേന്ന് നീ ആൻസർ പറഞ്ഞ് തകർത്തോണമെന്ന്. ഞാൻ പറഞ്ഞു അമ്മ GK ചോദിക്കാൻ പോണേ, എനിക്ക് ഒന്നും അറിയില്ലായിരിക്കും. ഓക്കെ, തകർക്കാൻ പോകുന്നത് അമ്മായിയമ്മയ്ക്ക് ഇന്ന് ലൈവായിട്ട് കാണാം. മെഡിക്കൽ ഷോപ്പുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മള് മരുന്ന് വാങ്ങിക്കാൻ മരുന്ന് കഴിക്കാനൊക്കെ പോകും. മരുന്നൊക്കെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? സൗന്ദര്യം വർദ്ധിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഇല്ല, പനി വരുമ്പം വല്ല മരുന്ന് പനി വരുമ്പോ അല്ലാതെ വേറെ മരുന്നിന്റെ ഒന്നുമില്ല. മരുന്നൊന്നും ഉപയോഗിക്കാതെ അങ്ങനെ ഇരിക്കട്ടെ. ഒന്ന് ഷോക്ക് അടിപ്പിക്കും. ഞങ്ങൾ ഒരുമിച്ചാ പോവാറ്. നമ്മള് സെയിം ഡേറ്റ് ആണ് അല്ലേ? നിങ്ങളപ്പോ തരത്തിനൊത്തവര് അങ്ങനെ നിന്നോ. അപ്പൊ ചോദ്യം സുരേട്ടാ സഹായിക്കരുത് ദയവേത് പ്ലീസ്. മെഡിക്കൽ ഷോപ്പിൽ കിട്ടാത്ത മരുന്ന്. മെഡിക്കൽ ഷോപ്പില് ക്ലൂ കൊടുക്കരുത്, ക്ലൂ കൊടുത്താൽ വേഗം മനസ്സിലാവും. ഇവളെ കൊണ്ടുപോകുന്ന സ്ഥലം തന്നെ അത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. അത് ഷോക്ക് അടിപ്പിച്ചാലേ പറ്റുള്ളൂ. മെഡിക്കൽ ഷോപ്പിൽ കിട്ടാത്ത മരുന്ന് പച്ചമരുന്ന് മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. ആയുർവേദിക് മരുന്നൊക്കെ കിട്ടുന്ന മെഡിക്കൽ ഷോപ്പുകളൊക്കെ ഉണ്ട്. ശരിയാട്ടോ, പച്ചമരുന്ന്. മെഡിക്കൽ ഷോപ്പില് ആയുർവേദ മരുന്ന് അതിനും മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ, ആയുർവേദ മെഡിക്കൽ ഷോപ്പ്. അമ്മായിയമ്മ ഇറക്കി വിടും. ചന്ദനമഴയോ? ചന്ദന മരുന്ന് അല്ല, അങ്ങനെ മരുന്നില്ലല്ലോ. പിന്നെ വിഷം ഒരു മരുന്നില്ലല്ലോ. സോറി, ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു വെടിമരുന്ന്. അടുത്ത ചോദ്യം. പിന്നെ വിവാഹം കഴിഞ്ഞവരോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള ചോദ്യമാണ്. അപ്പോ കേരളത്തിൽ വിവാഹമോചനത്തിന്റെ പ്രധാന കാരണം എന്താണ്? വിവാഹം കഴിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ വിവാഹമോചനം നടത്തിയിട്ടില്ല എന്റെ ശിവനെ. ഒരു ഡിജിറ്റൽ ക്ലോക്കിൽ നേരെ നോക്കിയാലും തല തിരിഞ്ഞു നോക്കിയാലും ഒരേ സമയം കാണിക്കുന്നത് എത്ര മണിയാകുമ്പോൾ? ഒരു ഡിജിറ്റൽ ക്ലോക്കിൽ ഞാൻ ഇദ്ദേഹം ഡിജിറ്റൽ ക്ലോക്ക് നേരെ നോക്കുന്നതൊക്കെ, പക്ഷെ തല തിരിഞ്ഞു നോക്കുന്ന ഒന്ന് ഞാൻ ഇമാജിൻ ചെയ്തു. വെറുതെ അതൊന്നും ഇമാജിൻ ചെയ്യരുത് കേട്ടോ. ഒരു ഡിജിറ്റൽ ക്ലോക്കിൽ നേരെ നോക്കിയാലും തല തിരിഞ്ഞു നോക്കിയാലും ഒരേ സമയം കാണിക്കുന്നത് എത്ര മണിയാകുമ്പോൾ? നേരെ നോക്കിയാലും തലതിരിഞ്ഞ് നോക്കിയാലും. അയ്യോ എന്റെ പൊന്നെ, ഡിജിറ്റൽ ക്ലോക്കിൽ എങ്ങനെ നേരെ നോക്കിയാലും തല തിരിഞ്ഞു നോക്കിയാലും ഇവിടെ വെച്ച് തിരിയരുത് ദയവേത്. ആവശ്യത്തിന്റെ റേറ്റിംഗ് ഒക്കെ നമുക്കുണ്ട്. നേരെ നോക്കിയാലും തലതിരിഞ്ഞ് നോക്കിയാലും അല്ലെ, ഒരേ സമയം വരണം. പൂജ്യമാണോ? പൂജ്യ സമയമല്ലല്ലോ അല്ലേ, സോറി. 9 6 ആണോ? അല്ല. അയ്യോ 12 അല്ല. ഇനി ആകെ 3 4 ഒക്കെ പറയാനുള്ളൂ. 8 അല്ല. 1 അല്ല. അതിന് 1 അല്ലേന്ന്? 10 ആണെങ്കിലോ? 10 അല്ല. അവിടെ എന്നിട്ട് 10 10 എന്ന് വിളിച്ചു പറഞ്ഞു. 1 11 അല്ല. 1 11 അല്ലെന്ന്. ഒന്നുമല്ലേ? 11 എന്നിട്ടും തെറ്റി. 11 ഞാൻ 11 വാല് പറയണ്ടല്ലോ. വാല് പറഞ്ഞാ പോരാ. 11 അത് 1 പറഞ്ഞാ പോരാ ചേട്ടാ. 11 ഇങ്ങനെ നോക്കിയാൽ എപ്പോഴും 1 അല്ലേ? പക്ഷെ 1 മണി ഓക്കെ അല്ലേ? 1 ശരിയാണല്ലോ. പൂജ്യമൊക്കെ വരും. ഇപ്പുറത്ത് ഡിജിറ്റൽ വേറെ മാറും. ഓക്കെ, ഗുഡ്. കൊള്ളാലോ. ടുട്ടുവിന്റെ വീട്ടിൽ കോഴിയില്ല. ഇവിടെ ഒരു പയ്യനുണ്ട് ടുട്ടു. അതൊന്നും എടുത്തോ. ടുട്ടു കോഴിയില്ലേ? ടുട്ടു അവന്റെ കോഴി നീ എന്നെ വീട്ടിലില്ലേ? അവന്റെ മുടിയുടെയൊക്കെ സ്റ്റൈൽ കണ്ടിട്ട് ടുട്ടു എന്ന് വിളിക്കാൻ തോന്നുന്നു. ടുട്ടുവിന്റെ വീട്ടിൽ കോഴിയില്ല. ടുട്ടു മുട്ട വാങ്ങിക്കാറില്ല. ടുട്ടുവിന് ആരും മുട്ട കൊടുത്തിട്ടുമില്ല. ടുട്ടു കട്ട് എടുത്തിട്ടുമില്ല. എന്നിട്ടും ടുട്ടു എങ്ങനെയാണ് എന്നും മുട്ട തിന്നുന്നത്? ഒരു വല്ലാത്ത കുഴക്കണ സംഭവം. ടുട്ടുവിന്റെ വീട്ടിൽ കോഴിയില്ല. ഇതെന്താ ഈ തേന്മാവിൻ കൊമ്പത്തിലെ ശ്രീനിയേട്ടന്റെ പാന്റാണ്. അപ്പക്കാളെ
കൊള്ളാം, നല്ല പാന്റ്. എന്താ പേര് എല്ലാരും കേൾക്കട്ടെ? പിന്നെ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞ് ടുട്ടു. ഇതാരാ ഈ ടുട്ടു എന്ന് ഇട്ടേ? നല്ല നല്ല പേര് കേട്ടോ. അത് കൊള്ളാതെ സ്വന്തം ഉമ്മ പറഞ്ഞിട്ട് പോലും അത് എനിക്കൊന്ന് ഹോസ്പിറ്റൽ ബില്ലടയ്ക്കൊണ്ട് പ്രതികാരം ചെയ്തതായിരിക്കും അവര്. നിന്നെ പ്രസവിച്ച സമയത്ത് ഹോസ്പിറ്റലിൽ ബില്ലടച്ചാണില്ല. അപ്പൊ പേരിട്ട് നഴ്സന്മാരെല്ലാം ടുട്ടു. അങ്ങനെ അവന്റെ പേര് അതിൽ തന്നെ എഴുതി ചേർക്കും. ഓക്കെ, താങ്ക് യു. നല്ലൊരു കൈയടി കൊടുത്തേ. എനിക്ക് കിട്ടി. ആ, ടുട്ടുവിന് കോൾഡ് സ്റ്റോറേജ് ഉണ്ടായിരുന്നു. എന്തോ ടുട്ടുവിന് കോൾഡ് സ്റ്റോറേജ് ഉണ്ടായിരുന്നു. ഇല്ല, ടുട്ടു മുട്ട വാങ്ങിക്കാറുമില്ല. വാങ്ങിക്കാറില്ല. Correct. അതായിരുന്നു നേരത്തെ പറഞ്ഞത്. ഇല്ല, അങ്ങനെയല്ല, ടുട്ടു മുട്ട വാങ്ങിക്കാറ് പോലും ഇല്ല. അത് question ആ. കോൾഡ് സ്റ്റോറേജ് വെക്കാൻ പറ്റത്തുള്ളൂ. ഉത്തരവല്ല. ടുട്ടുവിന് സ്കൂളിൽ നിന്ന് കിട്ടും മുട്ട. ടുട്ടുവിന് താറാമുട്ട മതി. അതുമല്ല, ഉത്തരം പറഞ്ഞു. താറാവിന്റെ മുട്ടയാ ടുട്ടു കഴിക്കുന്നത്. ടുട്ടുവിന്റെ വീട്ടില് താറാവുണ്ടായിരുന്നു. അയ്യോ, ഇത് രണ്ടെണ്ണത്തിനും കൂടെ കറണ്ട് അടിപ്പിക്കേണ്ട സമയമായി. ഓക്കെ, അങ്ങനെ വളരെ പവിത്രമായ ഈ റൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് സുരാജ് റൗണ്ടാണ്. ഈ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദംഷറാട്സ് നമ്മളെല്ലാവരും കളിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ നവീകരിച്ച ഭാവമാണ്. അതായത് ഇതിനകത്ത് സിനിമയുടെ പേരോ വ്യക്തികളുടെ പേരോ ഉണ്ടാവും. ഇത് എനിക്കും അറിയില്ല, ഇവിടുന്ന് എഴുതി തരുന്നതാണ്. നമുക്ക് ആർക്കും അറിയില്ല. അറിയാത്തത് കൊണ്ട് തന്നെ ദേ ഒരെണ്ണം ഞാൻ എടുത്തു. ഇത് നിങ്ങളെല്ലാവരെയും ഞാൻ കാണിക്കും. കണ്ടല്ലോ പേര്? തലതിരിച്ച. ഓക്കെ ആണല്ലോ? പേര് കറക്റ്റ് ആണല്ലോ? ഞാൻ മാത്രം കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടല്ലോ? ഇനി ഇതെന്താണെന്ന് ആംഗ്യ ഭാഷയിലൂടെ എനിക്ക് മനസ്സിലാക്കി തരാം. നന്നായിരിക്കും, പറയാൻ പാടില്ല. എന്നെ കൊണ്ട് പറയിപ്പിക്കുക. എന്നെ പറയിപ്പിക്കാൻ ചെയ്യരുത്. ടുട്ടു, ടുട്ടുവിന്റെ സുഹൈൽ. കോഴി, കോഴി, ടുട്ടു കോഴി. അയ്യോ, അങ്ങനെ പറയരുതായിരുന്നു. പാവം ടുട്ടു ഇങ്ങനെ ചൂണ്ടിക്കാണിക്കായിരുന്നില്ലേ? രണ്ട് കോഴി, രണ്ട് പേരാണ്. രണ്ടാമത്തത് കോഴി. അപ്പൂപ്പൻ, അപ്പൂപ്പൻ കോഴി. അമ്മുമ്മ, അമ്മുമ്മ. കടുക്കൻ. കമ്മലിട്ട കോഴി. കമ്മൽ. ആത്മഹത്യ ചെയ്ത കോഴി. അങ്ങനെ പടമുണ്ട്. ഇത് സിനിമ പേരാണോ? ആ. കുരുക്കിട്ട കോഴി. കുണുക്കിട്ട കോഴി. അതിനെ കുണുക്കെന്നാണോ? നമ്മളൊക്കെ അതെന്താ ഇതാ പറയാറില്ലേ? ഒരു കിണുക്ക് വെച്ചാ ഉണ്ടല്ലോ. വീണ കാണരുത്. എല്ലാരും കാണിക്കും. ഓക്കെ, ഇത് ഞാൻ കാണിക്കണം. വളരെ ഈസിയാണ്. സുരാജേട്ടൻ. സുരാജേട്ടൻ അഭിനയിച്ച പടത്തിന്റെ പേരാണോ? ഞാൻ തലചൊറിയുന്നു. ലാലേട്ടൻ. ലാലേട്ടനാണ് നായകൻ. ലാലിന്റെ പഴയ പടം. രാവണപ്രഭു. ഹലോ മൈ ഡിയർ. ഹലോ. ലൈറ്റ്, ലൈറ്റ്. ഹോള്. നല്ല ഭംഗിയുള്ള സ്ഥലം. എല്ലാം പറഞ്ഞു. പഴയ പടാണോ? രാജാവിന്റെ മക പോയിട്ട് പറയാൻ പറ്റൂ. ഇതിനെയാണോ രാജാവെന്ന് ഇങ്ങനെയാണോ കാണിക്കുന്നത്? പിന്നെ എങ്ങനെ മനസ്സിലാവില്ലേ? അതിന് ശബ്ദം വരില്ലെന്നല്ലേ പറയുന്നത്? നിങ്ങളെയാണോ രാജാവെന്ന് കാണിച്ചേ? എനിക്കത് കഴിയില്ലാന്നേ. നിങ്ങളെയാണോ രാജാവെന്ന് ആദ്യം കാണിച്ചത്? ഞാൻ രാജാവ് അല്ല, രാജാവല്ല. ഞാൻ ഇത് കാണിച്ചില്ലേ? ഇതെന്താ? കൊട്ടാരമായിട്ടാ ഞാൻ പറഞ്ഞത്. എന്റെ ഉദ്ദേശം വെറുതെ കൂടി കിട്ടുന്നില്ല. ഓക്കെ, അത് ഞാൻ ഒരെണ്ണം എടുത്തു. ഓക്കെ.
ഇദ്ദേഹം കാണിക്കും. എന്നെ കാണിക്കുമോ? എന്റെ അമ്മേ നിന്നെ തുണ്ടി കാണിക്കും. മരിച്ചു കിടക്കുന്നു, ഈ പഞ്ഞി വെച്ച് കിടക്കുന്നു. മരണത്തിന്റെ വേറെ ഇത്. അയ്യോ, അതിന്റെ പര്യായൊന്നും എനിക്കറിയില്ലല്ലോ. ഞാൻ ഒരു കാര്യം വടിയായി, ശ്രദ്ധിക്കരുത്. വടിയായി, തട്ടിപ്പോയി. അതിന്റെ വേറെ കുരിശ്, കുഴി, കുഴി മാന്തി. ഞാൻ തെറ്റിക്കും പല. ശരീരം, ദേഹം, ദേഹം, ബോഡി, ബോഡി, ബോഡി ഗാർഡ്. ഇങ്ങനെയൊക്കെയാണല്ലേ സംഭവം. എന്താണ് നിങ്ങളെ മറ്റേ വെള്ളിമൂങ്ങലുള്ള വെള്ളിമൂങ്ങലുള്ള കൊച്ചിന് മറ്റേ ഇരുതല മൂരി വേണോന്ന് പറഞ്ഞു. ഇരുതലമൂല പാമ്പിനെ കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഓ എടോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലത്. പിന്നെ ഇത് വീണ നായർ, അതായത് വെള്ളിമൂങ്ങയിൽ അഭിനയിച്ച ഒരു ആക്ടറാണ്. വീണ നായർ. വീണ നായർ. അപ്പൊ വീണില്ലെങ്കിലോ? ഇല്ല, അങ്ങനെ വീഴുന്ന ടൈപ്പ് അല്ല. വീഴ്ത്തിട്ട് നിനക്ക് എന്ത് വേണം? ഒന്നുമില്ല. ഇത് എടുക്കട, ഇങ്ങോട്ട് കയറി. അല്ല, പേരെന്താന്നാ പറഞ്ഞത്? വീണ നായർ. പറ്റിയ പേര് വീണ നായർ എന്നല്ല, പിന്നെ മൃദംഗ നായർ. അതായിരുന്നു പറ്റിയ പേര്. അത് കറക്റ്റ്. ഉള്ളത് പറയുമ്പോ ചിരിക്കണമല്ലോ. അല്ല ചേട്ടാ, ഇത്ര വലിയ പാമ്പിനെ കയ്യിൽ വെച്ചോണ്ടിരിക്കും, എന്തിനും പിടിക്കാൻ ചേട്ടന് പേടിയില്ലേ? ഈ പാമ്പിനെ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. പാമ്പെന്ന് വെച്ചാൽ ഐശ്വര്യമല്ലേ? ഐശ്വര്യം, ഐശ്വര്യമാണ്. വെള്ളിമൂങ്ങ പാമ്പെന്നൊക്കെ പറയുന്ന ഐശ്വര്യത്തിന്റെ സിംബലാണ്. ഭയങ്കര ഐശ്വര്യം. വെള്ളിമൂങ്ങ പിടിച്ച എൻ്റെ ഒരു കൂട്ടുകാരെ ഇപ്പൊ സെൻട്രൽ ജയിലിനകത്ത് കിടക്കുക. പിടിച്ചു. അങ്ങനെ മാത്രമല്ല, ഇതുപോലുള്ള നാക്കെടുക്ക പ്രാണികളും മിണ്ടാ പ്രാണികളെ ഒന്നും പിടിക്കരുത്, അതിനൊന്നും ഉപദ്രവിക്കരുത്. അയ്യോ, അങ്ങനെയല്ല. പിന്നെ അതൊരു പാമ്പ് നമ്മൾ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗമേ ഉള്ളൂ. പിന്നെ അതായത് ഒരു പാമ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തണം. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ അത് ആ സ്ഥലത്തോട്ട് തന്നെ നോക്കിയിരിക്കും. ആണോ? ആ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സ്ഥലത്തേക്ക് തന്നെ നോക്കിയിരിക്കും. അപ്പൊ ഈ പാമ്പ് സ്ഥലം നോക്കിക്കൊണ്ടിരിക്കും. ആ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പാമ്പിനെ വേണം. എന്തിനാണ്? വെഞ്ഞാറമുട്ടിൽ ഒരു 10 സെന്റ് പുരവുണ്ട്, അതിനകത്ത് ചുമ്മാ നാട്ടുകാരുടെയൊക്കെ ചെല്ല. ഇത് ആകുമ്പോ സ്ഥലം നോക്കിക്കൊണ്ടിരിക്കും. ഇറങ്ങി പോടാ. ചുമ്മാ പാമ്പ് സ്ഥലം നോക്കുന്നു. ബാക്കിയുള്ള കടിക്കാത്ത പാമ്പുണ്ടോ? കടിക്കാത്ത വിഷമില്ലാത്ത പാമ്പുണ്ടോ? ഉണ്ട്. സംശയങ്ങൾ ചോദിക്കുന്നത് എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ. കടിക്കാത്ത പ്രധാനമായും 3 തരം പാമ്പുകളുണ്ട്. ഒന്ന് ഈ പടത്തിലൊക്കെ ഇരിക്കുന്ന പാമ്പ്, പിന്നെ ഒന്ന് ചത്ത പാമ്പ്, പിന്നെ ഒന്ന് ഇനി മുട്ട വിരിഞ്ഞ് പ്രസവിക്കാനിരിക്കുന്ന പാമ്പ്. 3 പാമ്പുകൾ ആരെയും കടിക്കാനില്ല. ചേട്ടാ, ഈ കാലില് പാമ്പ് കടിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് കാലില് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുകളിൽ ഒരു തുണി എടുത്ത് വട്ടം കെട്ടണം. അതെന്തിനാണ് അങ്ങനെ കെട്ടുന്നത്? വിഷം മേലോട്ട് കയറാതിരിക്കാൻ. ഓക്കെ. അപ്പൊ എന്റെ ഒരു ഡൗട്ട്, ഇവിടെ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതാണ്ട് ഇവിടെ ഒരു തുണി എടുത്ത് വട്ടം കെട്ടണം. ഇവിടെ കടിച്ചാലാ? കഴുത്തിലൊരു തുണി എടുത്ത് വട്ടം കെട്ടണം. അപ്പൊ ഉച്ചന്തലയ്ക്ക് കടിച്ചാലോ? ഈ വട്ടക്കെട്ടൊന്ന് മാറ്റി കെട്ടണം. അതങ്ങനെ ദാണ്ട ഇങ്ങനെ കെട്ടണം. മൂക്കി 2 പഞ്ഞി വെക്കണം, തെക്കോട്ട് എടുക്കണം. അല്ല ഏട്ടാ, അപ്പൊ ഇവിടെ വിഷം കടിച്ചു കഴിഞ്ഞാലേ മേലോട്ട് കയറും? മേലോട്ട് കയറും. അപ്പൊ ഇവിടെ ഉച്ചയിൽ ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് കയറും? പിന്നെ വിഷം മുകളിലോട്ട് കയറൂല, നമ്മൾ മുകളിലോട്ട്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. നിങ്ങളിത് പാമ്പിനെയൊക്കെ എവിടുന്ന പിടിക്കുന്നത്? കാട്ടിൽ നിന്ന് പിടിക്കും. അപ്പൊ ഈ ഫോറസ്റ്റുകാർ കാണുമ്പോൾ പ്രശ്നമാക്കില്ലേ? ഇല്ല, നമ്മളിപ്പോഴുള്ള കള്ളന്മാർ ചെല്ലുമ്പോൾ ഈ ഫോറസ്റ്റുകാർ റെസ്റ്റിലായിരിക്കും. നമ്മൾ ചെന്ന് കയറുമ്പോൾ ശരിക്കും റെസ്റ്റിലായിരിക്കും. അതോടുള്ള ഫോറസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് ചേർന്ന പേര് തന്നെ. പിന്നെ വളരെ ഐശ്വര്യമുള്ള സംഭവം എൻ്റെ ഇരിപ്പുണ്ട്. എന്താണ്? ആനക്കൊമ്പ്. ആനക്കൊമ്പ് വീട്ടിൽ വെച്ച എന്തെല്ലാം ഐശ്വര്യമാണ് വരുന്നത് അറിയാവോ? എല്ലാ പറമ്മാരുടെ വീട്ടിലും ആനക്കൊമ്പില്ലേ? ആണോ? അത് വെച്ച ഐശ്വര്യമാണ്. ഒരു 40 ലക്ഷം രൂപ. 40 ലക്ഷം അണ്ണനായോണ്ട് 40 ലക്ഷം. ഒന്ന് പോടാർക്ക. ഇതൊക്കെ വലിയ കേസാ. ആനക്കൊമ്പൊക്കെ എടുത്ത് വീട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് ലൈസൻസ് ഇല്ലാത്ത സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് വൻ ഇഷ്യൂ ആവും. എല്ലാ പറമ്മാരുടെ വീട്ടിലുണ്ട് 40. അണ്ണനായോണ്ട് 40 ലക്ഷം രൂപ. ചേട്ടൻ 40 ലക്ഷം തന്നിട്ട് ഞാൻ ജയിലിൽ കിടക്കാനല്ല. അതൊന്നും പറ്റൂല. അത് ഞാൻ പേടിക്കണ്ട. സംഭവം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ്. ഇറങ്ങി പോടാ. എന്റെ ഇരുതലമൂരി. ഇവിടെ പ്രേക്ഷകരായിട്ട് ഒരുപാട് പേര് എത്താറുണ്ട്. അപ്പൊ അതിൽ ഒരു പ്രേക്ഷകന് ഒരു പാട്ട് പാടണമെന്ന് ആവശ്യവുമായിട്ട് വന്നേക്കാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങോട്ട് വിളിക്കട്ടെ. വീണയ്ക്ക് ഒരു കൂട്ടുമാവും. തീർച്ചയായിട്ടും. നല്ല പാട്ടുകാരനാണ്. വരൂ. നമസ്തേ. എന്താ പേര്? സുജേഷ് കുമാർ. സുജേഷ് കുമാർ. എവിടെ സ്ഥലം? ആലപ്പുഴ. ആലപ്പുഴ.
വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യാണ്. എന്തായാലും വെള്ളമടിയൊക്കെ ഉണ്ടോ? വെള്ളമടിയുണ്ട്, ഞാൻ വെള്ളമടിയില്ല. അല്ല, വാട്ടർ അതോറിറ്റി ആണ്ട് ചോദിച്ചാൽ വെള്ളമടി അതല്ലേ വാട്ടർ അതോറിറ്റി? അതെ അതെ. അല്ലാതെ മറ്റേ വെള്ളമടിയല്ല. എപ്പോഴും അതിലേക്ക് വന്നല്ലേ. ഓക്കെ, എന്നാൽ നമുക്ക് പാട്ടിലേക്ക് കയറാം. നീലരാവിലിന്നു നിന്റെ താരഹാര വിളകി സോമബിംബ കാന്തിന്ദു ശീതളാംഗ വേഗി പാർവതി പരിണയയാമമാ ആതിരേ ദേവാംഗനേ കുളിരഴകിൽ ഗോരോചനമെഴുതാനണയൂ നീലരാവിലിന്നു നിന്റെ താരഹാര വിളകി. അടിപൊളിയായിരുന്നു കേട്ടോ. വാട്ടർ അതോറിറ്റിയിലെ എല്ലാ ആൾക്കാരും അന്വേഷിച്ചെന്ന് പറയുക. സൂപ്പറായിരുന്നു കുമാർ. വാട്ടർ അതോറിറ്റിയിലെ ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരു ബിഗ് ഹായ്. താങ്ക് യു. വീണ നായർ, പുതിയ ചിത്രങ്ങൾ ഏതൊക്കെയാണ്? വീണ നായർ ഇപ്പോൾ സിനിമാ വേദിയിലേക്ക് ഇങ്ങനെ നിറസാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സിനിമകൾ? പുതിയത് ആടുപുലിയാട്ടം, കണ്ണൻ താമരക്കുളം ഡയറക്ട് ചെയ്യുന്ന ആടുപുലിയാട്ടം, ജയറാമേട്ടന്റെ പടം. പിന്നെ ജക്സൺ ചേട്ടൻ, നമ്മുടെ സെക്കൻഡ് ക്ലാസ് യാത്രയുടെ ഡയറക്ടർ, അവരുടെ പടത്തിൽ വിളിച്ചെല്ലാം സംസാരിച്ചെല്ലാം വെച്ചിരിക്കുന്നു. അതാണ് അത് കഴിഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്. സ്റ്റേജ് ഷോ ഒന്നും കുറയ്ക്കുന്നില്ല എല്ലാ മാസവും. വീണ എപ്പോഴും പറയും തട്ടിമുട്ടിയൊക്കെ പോകണം. എന്തായാലും തട്ടിയും മുട്ടും അല്ലാതെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് വീണ നായർക്ക് മലയാള സിനിമയിലേക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എന്താണ് വീണയ്ക്ക് പറയാനുള്ളത്? അപ്പോൾ എല്ലാവരും സീരിയൽ സിനിമയൊക്കെ കാണുക, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് ടിവിക്കും എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീണയുമായിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ നൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടും കൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.